തല്ലാൻ വേണ്ടി ആരെയും പിടിച്ച് തല്ലണം എന്നൊക്കെ പറഞ്ഞ് തരിപ്പാണോ ഇത്? ബ്രോക്ക് ഇഷ്ടമില്ല, അപ്പൊ ബ്രോ ആ പുള്ളിക്കാരെ തന്നെ തല്ലാൻ വേണ്ടിയാ ബ്രോ പറഞ്ഞേന്ന്. ഫ്രണ്ട്സുമായിട്ട് ഈഗോ ഹാർട്ട് ആവില്ലേ? അതല്ലേ ഈ രക്തബന്ധത്തിന്റെ പ്രശ്നം. ഫ്രണ്ട്സില് തമ്മിൽ എന്ത് ഈഗോ? ഫ്രണ്ട്സ് തമ്മിൽ ഒരിക്കലും ഈഗോ ഉണ്ടാവില്ല. അല്ല മച്ചാനെ ബാക്കിൽ സ്കേറ്റ് ബോർഡ് വെച്ച് മച്ചാനെ ഒന്നും ഇങ്ങോട്ടെ. ഹലോ, എവിടെയാ? ഇവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട്. പേരെന്താ? ഒരു വാസ്കോഡ് ഗാമ. വാസ്കോഡ് ഗാമ. മച്ചാൻ ആരെയും തല്ലാൻ വേണ്ടി ആരെയും പിടിച്ച് തല്ലണം എന്നൊക്കെ പറഞ്ഞ് തരിപ്പാണോ? ഇല്ല, മറ്റവൻ എന്റെ അടുത്ത് വന്ന് കണ്ടി വിളിച്ചു. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അവനൊന്നും ചൂടാക്കാൻ വേണ്ടി ആരെയും വിളിച്ചല്ല. അവനെ തന്നെ തല്ലുള്ള ഞാൻ ആലോചിച്ചിട്ടായിരുന്നു. നിങ്ങൾ ഫ്രണ്ട്സ് അല്ല? നമ്മള് ഫ്രണ്ട്സാ. ഫ്രണ്ട്സിന്റെ ഇടയിൽ അങ്ങോട്ടും കൂടെ തല്ലാലോ. കണ്ടീന്ന് വിളിച്ചത് ബ്രോ അല്ല, ഫ്രണ്ട്സ് അല്ല. ബ്രോക്ക് അത് ഈഗോ ഹർട്ടായി സത്യം പറഞ്ഞ ഇല്ലേ? പിന്നെ അല്ല, ഫ്രണ്ട്സുമായിട്ട് ഈഗോ ഹാർട്ട് ആവില്ലേ? അതല്ലേ ഈ രക്തബന്ധത്തിന്റെ പ്രശ്നം. ഫ്രണ്ട്സില് തമ്മിൽ എന്ത് ഈഗോ? ഫ്രണ്ട്സ് തമ്മിൽ ഒരിക്കലും ഈഗോ ഉണ്ടാവില്ല. ഈഗോ ഉണ്ടാവില്ല. അവിടെ ഒരു നമുക്ക് ജയിക്കണം എന്നൊരു മൈൻഡ് ബ്രോ ഉണ്ടാവില്ലേ? അത് ഫ്രണ്ട് അല്ല. ബ്രോക്ക് അതൊരു ബ്രോനെ ആ കണ്ടീന്ന് വിളിച്ചപ്പോ ബ്രോക്ക് അതൊരു ഹർട്ടായി ഇല്ലേ? ചെറുതായിട്ട്. ബ്രോ ഏതാ ഫാമിലി? ഞാൻ DRS. അപ്പൊ ബ്രോക്ക് ഒരു തിരിച്ചു തല്ലണമെന്ന് എനിക്ക് ബ്രോ എനിക്ക് തല്ലിയിട്ട് തിരിച്ചൊന്ന് കണ്ടീന്ന് പറയണമെന്ന് ഒരു ഇത് ത്വര അല്ലേ? ഇല്ല, അങ്ങനെ തോന്നിയൊന്നുമില്ല. നമ്മള് പിന്നെ ആ സമയത്ത് അങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ. അല്ലാണ്ട് നമ്മളെല്ലാരും ഫ്രണ്ട്സാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രോന്റെ അവിടെ അടിയൊന്നും വെച്ചിട്ട് പോകില്ല. തിരിച്ച് നീ പോടാ കണ്ടീന്ന് പറയുമ്പോ ബ്രോന്റെ ടോമാര് അങ്ങനെയില്ല. ബ്രോന്റെ അവിടെ ടോം മാറിയിട്ടുണ്ടായി ബ്രോ. ബ്രോ നമ്മള് അടുത്ത ഫ്രണ്ട്സിനെ നമ്മളെ തന്തയ്ക്ക് വരെ വിളിക്കും. അല്ല ബ്രോ, പക്ഷെ തന്തയ്ക്ക് പുറത്തുനിന്ന് വിളിക്കുമ്പോഴല്ല നമുക്ക് പ്രശ്നമാണത്. ബ്രോ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോ ഫാമിലിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് കുഴപ്പമില്ല. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ നമ്മളെ വിളിക്കുമ്പോ അത് നമുക്ക് ഉറപ്പായിട്ടും ഹർട്ടാവും. എടാ, അതായത് നമ്മുടെ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ, അപ്പൊ എന്റെ ഇഷ്ടം പോലെ ആൾക്കാർ പുറത്തുനിന്ന്. അല്ല ഇപ്പൊ ബ്രോ എന്നല്ലേ പറഞ്ഞത് കണ്ടീന്ന് വിളിച്ചത് ബ്രോക്ക് ദേഷ്യമായിന്ന് ഒരു അത് ഞാൻ ഈ പുള്ളിക്കാരൻ എന്നോട് ഈ പുള്ളിക്കാരനല്ലേ പറഞ്ഞത്? ഇവനാ ബ്രോ അല്ലേ പറഞ്ഞത് ഇപ്പൊ മറ്റേ പുള്ളിക്കാരൻ കണ്ടീന്ന് വിളിച്ചത് ബ്രോക്ക് ഇഷ്ടമില്ല, അപ്പൊ ബ്രോ ആ പുള്ളിക്കാരെ തന്നെ തല്ലാൻ വേണ്ടിയാ ബ്രോ പറഞ്ഞേന്ന്. അടിക്കണം. ഇവരടിക്കണം. ആരെ എന്നെയോ? ഇവരെ തമ്പി തരും. ഇതാരാ? എന്നെ നിങ്ങള് തമ്പി ഞാൻ തല്ലാൻ എന്ത് പോവാണോ? ചെയ്ത്? ഇവര് ആരാ അടിക്കട്ടെ ഇപ്പൊ? ഇത് എന്താ സംഭവം? എന്താ പ്രശ്നം? നിങ്ങള് അല്ല ബ്രോ അല്ലേ പറഞ്ഞു ബ്രോക്ക് ഈ പുള്ളിക്കാരനെ തല്ലണമെന്ന്. ബ്രോ എന്തിങ്ങനെ മാറ്റി പറയുന്നേ? അല്ല രണ്ടുപേരും ഒരു ഫാമിലി ഉള്ളതല്ലേ? അല്ല അപ്പൊ നിങ്ങൾ ടീം തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടി. അങ്ങനെയല്ല. ഈ സ്കേറ്റ് ബോർഡ് ഇട്ട പുള്ളിക്കാരന് ഈ മുഖത്തും ടാറ്റു അടിച്ച പുള്ളിക്കാരനെ തല്ലണം. ആരെന്നെയാ? ആ ആ അതായത് ഉത്തമ വാസ്കോക്ക് നിന്നെ തല്ലണമെന്ന്. വാസ്കോ. എന്ന് വെച്ചാ ബ്രോ അവനെ കണ്ടീന്ന് വിളിച്ചത് അവന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അവൻ പറഞ്ഞില്ലേ ഇന്ന് ആരെയും പിടിച്ച് തല്ലണമെന്ന്. അത് ബ്രോനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ ഓ ഞാൻ ഇതിന് കള്ളം പറയണം? അങ്ങനെയല്ലേ ബ്രോ എന്റെ അടുത്ത് പറഞ്ഞേ? എന്നാ DRS ആയിട്ട് മാറി. ഇത് അടിക്കലോട് അത്രയല്ലേ? പോടാ കണ്ടി. തമ്മി തല്ല്. പോടാ പോയി പലാറ്റ ചിരട്ട വെച്ചിരിക്കടാ പോടാ. വരാന്നാ ഇത്രേ ഉള്ളൂ. നീ ഒരു കണ്ടി തന്നെ ബെല്ലാരി റായൻ ആണാ? അടി കിട്ടി. ഞാൻ എന്റെ അച്ഛനെ പോലെയാടാ. രാജമണിക്കും പരിപാടി എന്തിരി? സോറി, നിനക്ക് ഡാഡി ഇല്ല. ലൈവ് അത് കൊള്ളായിരുന്നു. വാസ്കോ തുപ്പിയടാ നിന്നെ. ആയിരിക്കില്ല. രാജവാണിക്കിന്റെ സ്വന്തമാണ്. അന്നുകൂടെ വിളി. എന്താ ബ്രോ ഇങ്ങനെ? രാജമാണിക്ക് ഇടപെട്. രാജമാണിക്ക് ഇടപെട്. ഉമ്മ തമ്മി തല്ലുണ്ടില്ലേ?
കാര്യം നമ്മള് രണ്ടുപേരെങ്കിലും ബ്രോ അളിയാന്നൊന്നും അളിയനാ ഏതളിയണ്ടേ നിങ്ങൾ ബ്രേക്കപ്പ് ആയല്ലേ സോറി എന്തിനായിരുന്നു ബ്രോ ബ്രേക്കപ്പ് നിങ്ങൾക്ക് ഇങ്ങനെ സിറ്റിയില് ബോറടിച്ചിരിക്കുവാണോ നമ്മളെ തല്ലാട്ടോ നമ്മള് ബോറടിച്ചിരിക്കുക വാസ്കോ പീലുണ്ടോ ബോറടിയില്ല അല്ല ഇല്ല, രണ്ട്. വാസ്കോലോ എനിക്ക് 16 പീല് ഞാൻ കത്തി വാസ്കോ ബ്രോ ഓ സ്നൈപ്പ് സംസാരിക്കേണ്ട ഊരി വിട്ടേന്ന് തോന്നട്ടോ വാസ്കോ ബ്രോ ഇല്ലില്ല. ഹലോ കേക്കുന്നില്ലേ? പോയാ? ഹലോ കേക്കാം. വാസ്കോ ബ്രോ കേക്കാം, വാറുണ്ടോ കേക്കാം. വാറുണ്ടോ നമുക്ക് ഒരു ചുമ്മാ ചുമ്മാ. അർജന്റീന തോക്കും. ആറഞ്ച് അത് ഫാമിലി അടിച്ചടി. എടാ അർജന്റീന പറയുന്നോടാ. മിണ്ടുന്നില്ലടാ പട്ടികളെ വാറുണ്ടോന്നില്ലേ അശ്ലീലാന്നോ ഇതൊക്കെയാണ് വാസ്കോ പറയുന്നത് അശ്ലീലല്ല. ഒരാള് വന്ന് അർജന്റീന പറഞ്ഞിട്ട് പോയി. അർജന്റീന തോൽക്കുന്നു. ഞാൻ ഓടി ഞാൻ ഓടി ഇപ്പൊ പോയവനാ. അവനവനാ. തോൽക്കാ പോർച്ചുഗൽ. എന്നാ ഞാൻ പറയുന്നു പോർച്ചുഗൽ ജയിക്കും. അർജന്റീന തോക്കും. അസ്രയിലെ പീലുണ്ടോ? അർജന്റീന തോക്കും. പീലുണ്ട് 18 20 തോക്കും. അസ്രയിലെ പീലുണ്ടോ? അർജന്റീന തോക്കും. പീലുണ്ട് 18 20 എനിക്ക് 2 പീല് പക്ഷെ എനിക്ക് വെട്ടി വെട്ടി പോകണം നിങ്ങളൊക്കെ. അതെ കുറച്ച് മുമ്പ് പീല് കയറി ഇതെന്താ ആരും മെസ്സേജ് വന്നതുകൊണ്ടല്ലോ നമ്മളിപ്പോ കേട്ടത് അനങ്ങാതെ നിന്നാ കത്തൂലെന്നാ പറയുന്നത് ഇപ്പൊ കേട്ടോ, ഇപ്പൊ കേട്ടോ, ഇപ്പൊ കേട്ടോ. നിനക്ക് എന്താ കപ്പൻ അളിയന്മാരെയും കൊണ്ടോട്ടെ ആ അളിയാ അളിയാ വാ 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 അളിയാ മറ്റു കളി എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. ആ വാ നമുക്ക് വണ്ടി എടുത്ത് ചുമ്മാ ഇവന്മാര് ഇവരൊന്നും പോരാ എന്റെ കാര്യം എടുക്കല്ലേ ഞാൻ കേർത്ത് നമ്മളതിന് 3 നേരല്ലേ ഉള്ളൂ. അല്ല ഞാൻ വിചാരിച്ച എല്ലാരും കൂടെ വന്ന് കേറി എന്ത് ചെയ്യുന്നതാ അസ്രയില് സിറ്റിത്തെ കുണ്ടയാണോ വണ്ടി പോയി ഓറ പോയി വാ ഇനിയിപ്പോ ആ വണ്ടി എടുക്കാൻ പറ്റത്തില്ലല്ലോ പറ്റുമല്ലോ നോക്കി നമുക്കിവിടെ നടന്ന് കടം പിടിക്കാൻ പറ്റി നമ്മളെ ഹെലിയുണ്ട് ഇത് വേണ്ട വേറെ വണ്ടി ഉണ്ടാ നോക്കട്ടെ വെയിറ്റ് അത് എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞോളൂ ഇല്ല അത് പോണ്ടായി ഇപ്പോ ആ വാ വാ ഇത് പോണ്ട ഇതെന്താ ഇല്ലായും പോണ്ട വേറെ പരിപാടിയാ ഓജിസാണ് ഫ്രീ വണ്ടി ആ കേറാടാ ഡേയ് അത്ര ഫ്രീ വണ്ടിയൊക്കെ ഫ്രീ വണ്ടി ഫ്രീ വണ്ടി വഴി വേറെ ഇനി പെട്ടെന്ന് കിട്ടല്ലേ ഇവിടുന്ന് വീണ്ടും മുമ്പുണ്ടാവും അത് പെട്ടെന്ന് ഇപ്പൊ മുമ്പോണ്ടാന്ന് എന്ത് അല്ല അത് കൊറേ നേരം പുള്ളി കിടന്നിട്ട് ആവണതാ ആ നമ്മടെ പയ്യന്മാര് B30 ഇന്നലെ അടിച്ച് അണ്ണാക്കി കൊടുത്തില്ലേ നിങ്ങൾ ഇന്നലെ നിങ്ങൾ ഇവരായിട്ട് പറയായിരുന്നു കൊടുത്ത് അവന്മാര് പാവം പയ്യന്മാരാ പാവം പിള്ളേര് അവര് ആപ്പി ചെയ്യുന്നവര് അവര് മറ്റേ അതുകൊണ്ട് നമുക്കും അങ്ങനെ കൗണ്ട് എടുക്കാം നമ്മള് കൗണ്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മള് തോന്നെ കൗണ്ട് കയറ്റിയില്ല കാര്യം എന്ന് വെച്ചാൽ അവര് 15 അടിച്ച അവര് പറഞ്ഞു 15 ചെയ്യണം അവര് വന്നിട്ട് പറയണേ ബ്രോ അടിക്കല്ലേ ബ്രോ കത്തിക്കല്ലേ ബ്രോ എന്നൊക്കെ അവർക്ക് മറ്റേ ഇതില്ല 15 ചെയ്യണം അവര് വന്നിട്ട് പറയണേ ബ്രോ അടിക്കല്ലേ ബ്രോ കത്തിക്കല്ലേ ബ്രോ എന്നൊക്കെ അവർക്ക് മറ്റേ ഇതില്ല സംഭവങ്ങളില്ല ഗൺ ബാക്കപ്പ് കുറവാണ് അങ്ങനെ നമ്മൾ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല ബ്രോ എന്ത് G13 അവര് B30 G30 പഴയ മറ്റേ പൊലിക്കോടനെ എടുത്ത് കളഞ്ഞു തോന്നുന്നു കേട്ടാ എന്റെ കോണ അവനെ കളയടാ എന്നെ കളഞ്ഞല്ലേ അവൻ അന്ന് വലിയ ഡയലോഗ് ഇട്ടിട്ടില്ല പോയത് നീയൊക്കെ ഇവിടെ കിടന്ന് എഴുതെന്ന് പറഞ്ഞിട്ടില്ലേ പോയത് ഇനിഷ്യലിൽ നിന്ന് കുത്തി ഓർമ്മ മാത്രമേ ഇവല്ലേ ഇവന്മാരെ സംസാരം സത്യം പിന്നെ ഹോസ്റ്റേജ് ഗ്യാങ് ഹൗസിലായിരുന്നു ഒരു മിനിറ്റ് പോലും എടുത്തില്ല എന്നാണോ അവൻ ഓടി വഴിയില് കിട്ടിയ വഴി എടുത്തിയടിയൊക്കെ ഓടി അവസാനം നമ്മള് ഹോസ്റ്റൽ എടുത്തന്നെ അവര് ഗ്യാങ്ങിന്റെ എടുത്തു B30 എന്ത് പരിപാടിയാ എന്നാ പിന്നെ സിറ്റുവേഷൻ ഉണ്ടോ നോക്കട്ടെ
ഇപ്പൊ അവരുടെ യൂണിവേഴ്സാ നമ്മളിത് കണ്ടാ മതി. ഞാനിപ്പോ നമ്മളിവിടെ പറഞ്ഞിറക്കി അസ്രയില്ലേ എന്റെ കാര്യം. അസ്രയില് ഗുണ്ടയാണോന്ന് വെച്ചാൽ ഗുണ്ടയല്ല. അസ്രയില് TPA-യിലെ വലിയ ആളുകളാ. അസ്രയിൽ എസ്ര. TP ഇങ്ങനെ സിറ്റിയില് വലിയ ആൾക്കാരാ. എൻട്രി ലെവൽ ഗ്യാങ്, നമ്മളെ പോലെ ഗ്യാങ് തന്നെ. എൻട്രി ലെവല് കൂടുതലുമില്ല കുറവുമില്ല, അങ്ങനെ അങ്ങനെ പറയാം. അതുകൊണ്ട് ഇവിടെ ഒരു റെഡ് ടൈം പോകുന്നുണ്ട്. TV ഗ്യാങ് ഹൗസ്. ആ ഫ്രണ്ടിലൊരു പഞ്ചായത്ത് ഉണ്ടല്ലേ. പഞ്ചായത്താ ഇവരൊരു ഹോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എപ്പ അകത്തെത്തുന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ല ഇപ്പൊ MRC ആക്കിയോ? അറിയില്ലടാ. പാക്കു ദൈവം എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. എടാ ഞാൻ TV ഡ്രസ് ഷോപ്പ്, നീ എവിടാ? ഞാൻ വിൽക്കാൻ വരാം. വള്ളി ഔട്ടിട്ടേ വന്നു. ആരെയാണ് നമ്മൾ പിക്ക് ചെയ്യാൻ പോകുന്നത്?